നമസ്കാരം. തിരുവനന്തപുരത്ത് ഫെസ്റ്റിവൽ നടക്കുകയാണ്. വിരാടം വിനോദം. 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. MBIFL, അതായത് മാതൃഭൂമി ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് നടക്കുകയാണ്. ഫെസ്റ്റിവൽ. ഞാനും ഒരാഗ്രഹം കൊണ്ട് ഈ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനായിട്ട് ഇങ്ങനെ എത്തിയതാണ്. ഒരുപാട് സ്റ്റേജുകളിലായി ഒരുപാട് പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ട്. എഴുത്തുകാർ, ചിന്തകർ, ചിത്രകാരന്മാർ എന്ന് വേണ്ട സർവ്വ ആൾക്കാർ. ആദ്യം കണ്ട സ്റ്റേജ് ഫോറമാണ്. അവിടെ MN കാരശ്ശേരി മാഷ് ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് കത്തിക്കറിയാണ്. മതവും ഗാന്ധി പറയുന്ന ദൈവവും ഗാന്ധി പറയുന്ന സനാതനത്വവും ഒന്നും ഇവരാരും പറയുന്നതല്ല. ഞാനൊരു തെളിവ് പറയാം. ഗാന്ധി ആത്മകഥയിൽ പറഞ്ഞൊരു വാക്യം, എന്റെ മതം എന്റെ രാഷ്ട്രത്തെ സേവിക്കലാണെന്ന്. അങ്ങനെ മതാർക്കം വേണം. അദ്ദേഹം പറയാണ്, ദൈവത്തിന് മതമില്ല, ഗോഡ് ഹാസ് നോ റിലീജിയൻ. ഒരു കാര്യം വേണം, രാമനും റഹീമും ഒന്ന് തന്നെ, ഈശ്വർ അല്ലാ തേരേ നാം. ആർക്കും വേണോ? ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം. പ്രാണപ്രതിഷ്ഠ നടത്തിയപ്പോ നരേന്ദ്രമോദി അവിടെ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠ നടത്തി. അന്ന് ഇവരൊക്കെ പാടിയല്ലോ, രാംധു, രഘുപതി രാഘവ രാജാറാം. അതിൽ ഈ രണ്ടു വരിയില്ല, ഈശ്വർ അല്ലാ തേരേ നാം എന്നുള്ള വരിയില്ല. ഗാന്ധി പറഞ്ഞൊരു വാക്കിയോട് ഞാൻ പറയാം, ഞാൻ നല്ല ഹിന്ദുവാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മുസൽമാനും നല്ല ക്രിസ്ത്യാനിയും നല്ല പാർസിയും നല്ല ജൈനനും നല്ല ബൗദ്ധനുമാണല്ലോ. ഫോറത്തിന് നേരെ ഓപ്പോസിറ്റായിട്ട് മാതൃഭൂമിയുടെ ബുക്ക് സ്റ്റോറും ഉണ്ടേ. പഴയകാല ടൈപ്പ് റൈറ്ററിൻ്റെ ഒരു വമ്പൻ മോഡൽ. ഇനി നമ്മൾ കയറി ചെല്ലുന്നത് കോർണറിലാണ്. അവിടെ ഒരു ലൈവ് മോഡേൺ ചാക്യാർകൂത്ത് നടക്കുന്നു. That has helped me and this festival organizers to come here and talk to you people, that's all. Lakshmi de ബാക്കിയുള്ളവർക്ക് കിട്ടുള്ളൂ. ലക്ഷ്മി മറ്റേതോ സരസ്വതി അതാണ്. അപ്പൊ സരസ്വതിയെ സംബന്ധിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ച കാര്യങ്ങളിലേക്ക് പതുക്കെ ഒന്ന് മടങ്ങാം. കോർണറിൽ ആർട്ടിസ്റ്റുകളുടെ ലൈവ് പെയിൻറ്റിങ് നമുക്ക് കാണാൻ പറ്റും. ആ പെയിൻറ്റിങ്സൊക്കെ ഇവിടെ വിൽക്കാനും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ കാരിക്കേച്ചർ, കാർട്ടൂണ് ഇത്യാദിയെല്ലാം ഇവിടെയുണ്ട്. സംഗീത പരിപാടികൾക്ക് ഇവിടെ ഹാള് തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അടുത്തത് ഹാൾ ഓഫ് ലെറ്റേഴ്സ് ആണ്. ഹാൾ ലെറ്റേഴ്സിൽ ഇപ്പോൾ നടക്കുന്ന കോൺഫ്ലിക്റ്റിംഗ് പാരഡൈംസ് സീക്കിംഗ് ന്യൂ ഡയറക്ഷൻ. ഇതിൽ പ്രിയങ്ക ചതുർവേദി, സൈര ഷാ ഹാലിം ഇവരുമായിട്ടുള്ള സംവാദമാണ് ഇവിടെ നടക്കുന്നത്. I was actually excited to hear stories from my friends who practice the Muslim way of life. I had neighbors who were from Uttar Pradesh and I learned about Ramayana and the Hindu faith from them as well. So in those times, none of my parents or relatives chastised me for learning other religions and differences. But what I'm seeing now is the generation that's upcoming, maybe like 15 years or 10 years now, if they bring a Bible or a Quran book, their parents are immediately worried that my child is radicalized. So where do you think like our country diverged on that line between genuine curiosity versus radicalization thoughts? A quick recall the first question: tradition, technology, and modernity. Conflicts thereof. Yeah. So both the questions are very interesting on the traditional tech and modernity. How do you find a fine balance? And that is a challenge which not just India is facing, the world is facing. But India gets asked more questions because we're an old civilization. We have a civilization of 5,000 years to manage. But it should not anything that we deal with or try to balance or try to keep for it to survive and thrive. Now let's move to Under the Tree. അതൊരു ഹാളിൻ്റെ പേരാണ്. അവിടെ PN ഗോപികൃഷ്ണൻ ഇന്ത്യൻ എഴുത്ത് സംഘകാലം മുതൽ സംഘികാലം വരെ എന്നുള്ളതിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. പെൻസിൽ കൊണ്ടും അതെടുത്ത് മാറ്റിയപ്പോൾ നഖം കൊണ്ടും കയ്യെത്തുന്ന ചുമര് കീറി വീണ്ടും വീണ്ടും ടീച്ചർ എഴുതി. 169 ടീച്ചറുടെ ശവക്കല്ലറയിൽ 169 എന്ന് കൊത്തിവെച്ച് അന്ത്യാഭിലാഷം നടപ്പിലാക്കി മകൻ പ്യാരേലാൽ. ചോദിച്ചവരോട് അമ്മയ്ക്ക് കണക്കിഷ്ടമായിരുന്നു എന്ന് പറഞ്ഞു. 10ാം വയസ്സിൽ നവഖലിയിൽ ഗാന്ധിക്കൊപ്പം പോയതാണ്. പൈഗമ്പൂരിലെയും ബലിയാഘട്ടയിലെയും
ചാന്ദ്രി ചൗക്കിലെയും ചോര കണ്ടതാണ്. അമ്മ കണ്ട ദുർവിധിയുടെ പെരുകിയ ഓർമ്മയാണോ 13 എന്ന ചീത്ത അക്കത്തിന്റെ സ്ക്വയർ? കണക്ക് മാഷ് കൂടിയായ അയാൾ ഓർത്തു. ഇനി നമുക്ക് മാതൃഭൂമി ഹാളിലേക്ക് പോവാം. അവിടെ ശ്രീ MA ബേബിയും ശ്രീ ഉമയൽപുരം ശിവരാമനുമാണ് മൃദംഗ വിദ്വാൻ. ഓ, അവിടെ പരിപാടി കഴിഞ്ഞു പോയി കേട്ടോ. Sponsored by St. Gates Design School. This really was an engaging and wonderful session. Thank you so much, both of you. Now I would like to call upon Dr. Jaydevi Venugopal, Associate Dean, St. Gates Design School, to present a token of love and appreciation to our dear speakers. Ma'am, please. തിങ്ങി നിറഞ്ഞ സ്റ്റേജ് ആയിരുന്നു കേട്ടോ. കാ ഫെസ്റ്റിവലിൻ്റെ കാഴ്ചകൾ തീരുന്നില്ല. പക്ഷേ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും അടുത്ത വീഡിയോയും അടുത്ത കാഴ്ചകളുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.